നവംബർ 19 വയനാട്ടിൽ LDFിന്റെയും UDFിന്റെയും സംയുക്ത ഹർത്താൽ. കേന്ദ്രത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, ഈ കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്തമായ സമരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രതിഷേധം ശക്തമാകുകയാണോ? ഇടതു വലതു മുന്നണികൾ പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ന് വൈകിട്ട് കൈക്കൊണ്ടിട്ടുള്ളത്. വൈകിട്ട് 5:30 കോൺഗ്രസ് ആദ്യം UDF പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഈ പ്രതിഷേധം പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ ഏകദേശം 6 മണിയോടുകൂടി LDFും ഈ ഒരു സമരം പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ UDF പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വയനാടിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല, അതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ എന്നാണ് UDF പറയുന്നത്. സമാനമായി LDF പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു ഹർത്താൽ നടത്തുന്നതെന്നാണ്. എന്തായാലും ഈ മാസം 19-ാം തീയതി ചൊവ്വാഴ്ച LDFും UDFും വയനാട് ജില്ലയിൽ ഹർത്താൽ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ ഈ ഒരു മറുപടി ഭാഗമായിട്ടാണ് ഈ ഒരു പ്രതിഷേധം ഈ ഒരു ഹർത്താൽ വരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നും കൂടുതൽ കേന്ദ്രത്തിന് ആവശ്യമായ തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാമെന്നുള്ള ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഒരു മറുപടി കേരളത്തിന് പ്രത്യേക പ്രതിനിധി KV തോമസിന്. ശരി ആഷിഖ്, എന്തായാലും ഇപ്പോൾ നവംബർ 19 സംയുക്തമായ ഹർത്താലിലേക്ക് പോവുകയാണ്. കേന്ദ്രത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകുകയാണ് ആഷിഖ് റഹ്മാൻ.